ഞാൻ വളരെ മെലിഞ്ഞിട്ടൊരു വ്യക്തിയായിരുന്നു. ഒട്ടും എനിക്ക് വണ്ണമില്ലായിരുന്നു. അപ്പം എന്നെ കാണുന്നവരൊക്കെ എന്നോട് പറയുമായിരുന്നു, ഏത് റേഷൻ കടയിൽ നിന്നാണ് കൊച്ചു ചോറും അരി വാങ്ങിക്കുന്നേ, അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും രോഗമുണ്ടോ. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീച്ചർമാരുടെ പരാതി. എന്നോടൊരു ടീച്ചർ എൻ്റെ മുഖത്ത് നോക്കി വരെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ അടുത്ത് നിൽക്കാൻ പോലും നാണക്കേടാണ് എന്ന്. ആദ്യം തന്നെ ഈ അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച ദൈവമാതാവിന് 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് എലിസബത്ത് സെബാസ്റ്റ്യൻ. ഞാൻ ചെങ്ങളത്ത് നിന്ന് വരുന്നു. 2019 എൻ്റെ മമ്മിയാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ആ സമയത്ത് ഞാൻ +2 പഠിക്കുന്ന സമയമായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. പക്ഷേ +2 എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഫുൾ A+ഓടുകൂടി പാസ്സാകണമെന്നായിരുന്നു. പക്ഷേ എനിക്ക് ഫിസിക്സ് എന്ന സബ്ജക്റ്റ് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എത്രയൊക്കെ പഠിച്ചാലും എന്തെല്ലാം ഇക്വേഷൻസുകൾ പഠിച്ചാലും അതൊക്കെ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. +1 എക്സാം എഴുതിയപ്പോൾ പോലും എനിക്ക് ആദ്യത്തെ എക്സാമിൽ എനിക്ക് മാർക്ക് വളരെ കുറവായിരുന്നു. രണ്ടാമത് ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയപ്പം ആദ്യം കിട്ടിയതിനേക്കാട്ടിലും മാർക്ക് കുറവായിരുന്നു ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയപ്പം. പക്ഷേ +2 എക്സാമിന് എനിക്ക് 6 ദിവസം ഉണ്ടായിരുന്നു ഫിസിക്സ് എന്ന സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട്. ആ 6 ദിവസവും പഠിക്കുമ്പം ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും മാതാവിനെ കാണിച്ചു തരുമായിരുന്നു, അത് നീ പഠിക്ക്, അത് എക്സാമിന് വരും. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നോക്കിയാലും ആ ഒരു ഡെറിവേഷൻസ് ഒരു തവണ എഴുതി കഴിഞ്ഞാൽ പോലും അത് ഒന്നുകൂടെ എഴുത്, അത് വരും, അത് പരീക്ഷയ്ക്ക് വരും എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ ആരോ ഇങ്ങനെ പറയുന്നത് പോലെ തോന്നുമായിരുന്നു. അങ്ങനെ ഞാൻ എക്സാമിന് പോയി. എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ മമ്മിയോട് പറഞ്ഞു, എന്നാ കാണിച്ചാലും എനിക്ക് ഫിസിക്സിന് മാർക്ക് കിട്ടില്ല, എനിക്ക് ഫുൾ A+ കിട്ടില്ല. അപ്പോഴും മമ്മി പറഞ്ഞു, കാശ് രൂപം വെച്ച് പ്രാർത്ഥിക്ക്. ഞാൻ കാശ് രൂപം വെച്ചായിരുന്നു എല്ലാ പരീക്ഷയ്ക്കും പോകുമ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫിസിക്സിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. എനിക്ക് തന്നെ എനിക്കറിയത്തില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും ആ ക്വസ്റ്റ്യൻ പേപ്പറിലില്ലായിരുന്നു. മാതാവ് കാണിച്ചു തന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു. എനിക്ക് വളരെ ഈസി ആയിരുന്നു എക്സാം. അങ്ങനെ ഞാൻ എക്സാം എഴുതി. അപ്പോൾ ഞാൻ മാതാവിൽ ഒരുപാട് വിശ്വസിച്ചു, പൂർണ്ണമായിട്ട് ഞാൻ അടിയുറച്ച് വിശ്വസിച്ചു. പക്ഷേ എനിക്ക് മാത്സ് ആയിരുന്നു എനിക്ക് ഏറ്റവും എളുപ്പമുള്ള വിഷയം. മാത്സിന് എനിക്ക് ഏറ്റവും പാടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കിട്ടിയത്. ഞാൻ അത്രയും നാൾ ചെയ്യാത്ത വിധത്തിലുള്ള ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഫിസിക്സിന് എനിക്ക് മാർക്ക് കിട്ടിയാലും മാത്സിനായിരിക്കും എനിക്ക് മാർക്ക് പോകുന്നതെന്ന്. പക്ഷേ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ തലേദിവസം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം എനിക്ക് റിസൾട്ട് വന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവേ എന്നെ ഫുൾ A+ഓടുകൂടി പാസ്സാക്കണമെന്നായിരുന്നു. ഒരു പൂ ചോദിച്ചപ്പോൾ മാതാവ് എനിക്കൊരു പൂന്തോട്ടം തന്നെ തന്നു. ഞാൻ എൻ്റെ സ്കൂളിലെ ഏറ്റവും ഉയർന്ന മാർക്കോടുകൂടി മാതാവ് എന്നെ പാസ്സാക്കി. ഫുൾ A+ പ്രതീക്ഷിച്ചിരുന്ന എനിക്ക് എല്ലാ വിഷയത്തിനും ഞാൻ +2 എഴുതിയ ഓരോ വിഷയത്തിനും ഫുൾ മാർക്കോടുകൂടി മാതാവ് എന്നെ പാസ്സാക്കി. രണ്ടാമതായിട്ട് ഞാൻ +2 കഴിഞ്ഞ് ഞാൻ നഴ്സിങ്ങിന് ചേർന്നു. കേരളത്തിലെ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ എനിക്ക് BSc നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ വിളിച്ച് എനിക്ക് കരയാൻ മാത്രമേ എനിക്ക് സമയമുള്ളായിരുന്നു. 1 മണിക്കൂറായിരുന്നു എനിക്ക് വീട്ടിൽ വിളിക്കാൻ സമയം. ആ 1 മണിക്കൂർ എനിക്ക് കരച്ചിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ എനിക്ക് ടഫായിരുന്നു. നഴ്സിങ്ങിന് ആദ്യത്തെ 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നഴ്സിങ്ങിൻ്റെ ഒരു ഇൻറ്റേർണൽ എക്സാം നടത്തി. ആ ഇൻറ്റേർണൽ എക്സാമിൽ നഴ്സിങ്ങിൻ്റെ ഏറ്റവും ഫൗണ്ടേഷനായിട്ടുള്ള നഴ്സിംഗ് ഫൗണ്ടേഷൻ തന്നെ ഞാൻ പരാജയപ്പെട്ടു. അതെന്നെ ഏറ്റവും കൂടുതൽ തളർത്തി. ഇത്രയും മാർക്ക് വാങ്ങി ഞാൻ നഴ്സിങ്ങിൻ്റെ ഏറ്റവും ബേസിക് സബ്ജക്റ്റിന് തന്നെ തോറ്റുപോയല്ലോ എന്നോർത്തപ്പം അത് കാരണം ഞാൻ വീട്ടിൽ വിളിച്ച് എപ്പോഴും കരയുമായിരുന്നു. എൻ്റെ കരച്ചിൽ കാരണം വീട്ടുകാരെന്നോട് പറഞ്ഞു, നീ കോഴ്സ് ഇട്ടിട്ട് പോരെ, അടുത്ത വർഷം നിനക്ക് വേറെ ഏതെങ്കിലും ഒരു കോഴ്സിന് ചേരാം. അത്രയ്ക്ക് എൻ്റെ വിഷമമായിരുന്നു. എനിക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. പക്ഷേ ഫസ്റ്റ് ഇയറിൽ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ലോക്ക്ഡൗൺ ആയി. മാതാവിനെ ഓരോ വിഷയവും വീട്ടിലിരുത്തി പഠിപ്പിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സിൽ കയറിയ ഞാൻ ഉറക്കമാണ്. ടീച്ചർ ക്ലാസ്സിൽ വരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എനിക്ക് തന്നെ അറിയത്തില്ല, ഞാൻ ഉറങ്ങിപ്പോവുകയാണ്. ഫ്രണ്ടിലെ സീറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും ഞാൻ ഉറങ്ങിപ്പോവുമായിരുന്നു. പക്ഷേ വീട്ടിലിരുന്ന സമയത്തെല്ലാം എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതാണ് പഠിക്കേണ്ടത് എല്ലാം മാതാവിനെ പഠിപ്പിച്ചു തന്നു. അങ്ങനെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഞാൻ പോയി. അപ്പോഴും ഞാൻ മാതാവിൽ ആശ്രയിച്ചു. മാതാവിൻ്റെ കാശുരൂപം വെച്ചാണ് ഞാൻ എല്ലാ പരീക്ഷയും ഞാൻ അറ്റൻഡ് ചെയ്തത്. എല്ലാ പരീക്ഷ എഴുതുമ്പോഴും എഴുതി കഴിയുമ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപം വെച്ച് ഓരോ പേജിലും ഞാൻ കുരിശ് വരയ്ക്കാതെ ഞാൻ എത്ര
സമയമില്ലെങ്കിൽ പോലും ഞാനത് ചെയ്യാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ആൻസർ ഷീറ്റ് പോലും ഞാൻ കൊടുക്കത്തില്ലായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഇയറിലെ റിസൾട്ട് വന്നു. ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറം മാർക്ക് തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ക്ലാസ്സിലെ ഏറ്റവും പുറകിൽ കിടന്ന് ഞാൻ ആ ക്ലാസ്സിലെ ആദ്യത്തെ 10 പേരിൽ ഒരാളാക്കി മാതാവ് എന്നെ ഉയർത്തി. അങ്ങനെ സെക്കൻഡ് ഇയർ കഴിഞ്ഞു, തേർഡ് ഇയർ കഴിഞ്ഞു, എല്ലാം മാതാവ് എന്നെ പാസ്സാക്കി. അങ്ങനെ ഫോർത്ത് ഇയർ എത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പതിയെ എനിക്ക് മാർക്ക് കുറയാൻ തുടങ്ങി. ഓരോ ഇൻറ്റേർണൽ എക്സാമിനും 25 50 വേണ്ടതെങ്കിൽ എനിക്ക് 25 മാർക്കേ എനിക്ക് കിട്ടത്തുള്ളായിരുന്നു. എത്ര പഠിച്ചെങ്കിൽ പോലും 25 അല്ലെങ്കിൽ 25.5, അങ്ങനെ ഒരിക്കലും എനിക്കൊരു മാർക്ക് കൂടുതൽ എനിക്ക് കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ആദ്യത്തെ വിഷയം, യൂണിവേഴ്സിറ്റിയിൽ ആദ്യത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ഒബ്സ്ട്രറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി എന്ന് പറയുന്ന വിഷയമാണ്. കടലുപോലെ പഠിക്കാനുണ്ട്, എവിടെ പഠിച്ചാലും തീരത്തില്ല. ആ സ്റ്റഡി ലീവിൻ്റെ സമയത്ത് പകുതി ദിവസം എടുത്താണ് ഞാൻ ആ പരീക്ഷയ്ക്ക് പഠിച്ചത്, ആദ്യത്തെ എക്സാമിന്. അങ്ങനെ തലേ ദിവസമായി പഠിച്ചിട്ടും എനിക്ക് തീരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയും ഞാനിത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇനി ഒരുപാട് പഠിക്കാനുണ്ട്, പക്ഷെ പഠിച്ചതെല്ലാം മറന്നു പോകുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴും ഞാൻ എല്ലാ ദിവസവും പഠിക്കുമ്പോൾ ഞാൻ കാശ് രൂപം മുറുകെ പിടിച്ചാണ് പഠിക്കുന്നത്. എൻ്റെ കൈ വേർത്താൽ പോലും ഞാൻ എൻ്റെ കാശ് രൂപം താഴെ വെക്കില്ലായിരുന്നു. അതുപോലെ തന്നെ മാതാവിൻ്റെ ഒരു ചെറിയ രൂപമുണ്ട് എനിക്ക്. ഈ മാതാവിൻ്റെ രൂപം ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോഴും ഞാൻ മാതാവിനെ ഇങ്ങനെ പറഞ്ഞു കേൾപ്പിക്കുമായിരുന്നു ഓരോ പഠിച്ച ടോപ്പിക്കുകൾ. പക്ഷേ പരീക്ഷ തലേദിവസം പഠിക്കാൻ ഇനിയുണ്ട്, എങ്കിൽ പോലും പഠിച്ചത് ഇനി നോക്കാമെന്ന് ഓർത്ത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ദിവസം ഈ സ്റ്റഡി ലീവിൻ്റെ പകുതിയോളം ദിവസം എടുത്ത് പഠിച്ച എനിക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല. ഞാൻ അവിടെ ഇരുന്ന് കരയണമെന്ന് എനിക്ക് തോന്നി, പക്ഷെ കരഞ്ഞു കഴിഞ്ഞാൽ ഇനി എൻ്റെ സമയം പോകത്തേ ഉള്ളൂ. ഞാൻ മാതാവിനെ പിന്നെയും മുറുകെ പിടിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, നിന്നെ ആശ്രയിച്ചാണ് ഞാൻ ഈ എക്സാം എഴുതുന്നത്, മാതാവ് എന്നെ തോപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എക്സാമിൻ്റെ അന്ന് രാവിലെ ഒരു കുട്ടി, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തന്നെ എന്നോട് വന്ന് ചോദിച്ചു, എലിസബത്തെ ഇതൊന്ന് പറഞ്ഞു തന്നേ, പെട്ടെന്നൊന്ന് പറഞ്ഞു തന്നേന്ന് പറഞ്ഞു. ഒരു ടോപ്പിക്ക് എന്നിട്ട് തലേദിവസം നോക്കിയത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ടോപ്പിക്ക് പോലും അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. എൻ്റെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങി. അപ്പോൾ അവൾക്ക് മനസ്സിലായി എനിക്ക് സങ്കടം വരുന്നുണ്ടെന്ന്. അവൾ പറഞ്ഞു, സാരമില്ലടി, നീ ഇവിടെ ഇരുന്ന് പഠിച്ചോ, ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഓർത്തു, എല്ലാം വളരെ ബ്ലാങ്ക് ആയിട്ടാണ് ഞാൻ എക്സാം ഹോളിലോട്ട് കയറുന്നത്, പഠിച്ചതുപോലും എനിക്ക് ഓർമ്മയില്ല. അപ്പോഴും ഞാൻ ഈ കാശ് രൂപം മുറുകെ പിടിച്ചു. തോപ്പിക്കുകയല്ല, മാതാവിൻ്റെ തോപ്പിക്കുകയല്ലെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എക്സാം ഹോളിലോട്ട് കയറി. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സ് തകർന്നു പോയി. 12 മാർക്കിലെ ക്വസ്റ്റ്യൻ എനിക്ക് ഒന്നും അറിയത്തില്ല, ഒന്നും തന്നെ എനിക്കറിയത്തില്ല, എന്താ എഴുതേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ അവസാനത്തേക്ക് മാറ്റി വെച്ച ആ ക്വസ്റ്റ്യന് വെറും 10 മിനിറ്റിലാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ എഴുതിയത്. കേരള യൂണിവേഴ്സിറ്റിയിൽ BSc നഴ്സിങ്ങിന് പഠിക്കുന്നവർക്കറിയാം, 2-3 പേജ് എഴുതണം ഒരു എക്സാം 12 മാർക്കിലെ ചോദ്യത്തിന്, എങ്കിൽ പോലും മാർക്ക് തരത്തുള്ളൂ. എനിക്ക് ഈ 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ വെറും 10 മിനിറ്റ് കൊണ്ട് എഴുതിയ എന്താവാനാണ്? ഒന്നും ആവത്തില്ല. ഞാൻ അത്ര എഴുതിയിട്ട് കാശ് രൂപം വെച്ച് ഞാൻ എല്ലാ പേപ്പറിലും കുരിശ് വരച്ചിട്ട് ഞാൻ എക്സാമിനർക്ക് സമർപ്പിച്ചു. എൻ്റെ റിസൾട്ട് വന്നു. തോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച സബ്ജക്റ്റാണ് OBയും എഡ്യൂക്കേഷനും. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ വിളിച്ചു പറഞ്ഞു, എലിസബത്തെ റിസൾട്ട് വന്നു. എനിക്ക് നോക്കാൻ പേടിയാണ്, കാരണം ഞാൻ തോറ്റുപോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു, നീ നോക്കിയിട്ട് എനിക്ക് ജയിച്ചെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി, അല്ല നീ എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം അവൾ നോക്കിയിട്ടൊന്നും വിളിക്കുന്നില്ല. അപ്പം ഞാൻ ഓർത്ത്, ഞാൻ തോറ്റുപോയോ, ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഞാൻ തോറ്റുപോയോ, എപ്പോൾ എവിടെ പോയാലും കാശ് രൂപം ഇല്ലാതെ ഞാൻ പോകില്ല. അപ്പോഴും ഞാൻ കാശ് രൂപം മുറുകെ പിടിച്ചിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ റിസൾട്ട് നോക്കി. ഞാൻ ഒരു വേർഡ് മാത്രമേ ആ റിസൾട്ടിനകത്ത് നോക്കിയുള്ളൂ, പാസ്ഡ് എന്നുള്ള ഒരു ഒറ്റ വേർഡ് മാത്രം. അത് ഞാൻ കണ്ടു, മതി, എനിക്കിത് മതി, ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ചുമ്മാ ഒന്ന് നോക്കി, ഏതായാലും എഴുതിയതല്ലേ എക്സാം, എന്നാൽ എല്ലാത്തിനും ഒന്ന് മാർക്ക് കൂടെ ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറം മാർക്ക് നൽകി എന്നെ മാതാവ് അനുഗ്രഹിച്ചു. ഈ കഴിഞ്ഞ 3 വർഷവും ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്ന വേർഡ് പോലും പറയാനുള്ള യോഗ്യത എനിക്കില്ല. മാതാവ് എന്നെ ഡിസ്റ്റിങ്ഷനോടെ 4ാമത്തെ വർഷം എന്നെ പാസ്സാക്കി. 3ാമതായിട്ട് ഞാൻ ഇരട്ടയാണ്, എനിക്കൊരു ഇരട്ട സഹോദരൻ കൂടെയുണ്ട്. ഇപ്പം BCom കഴിഞ്ഞിട്ട് അവന് കാനഡയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് IELTS എഴുതി. ആദ്യത്തെ തവണ IELTS എഴുതി കഴിഞ്ഞപ്പോൾ അവന് കിട്ടിയില്ല. 2ാമത്തെ തവണ അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അപ്പം മമ്മിയായിരുന്നു ഇത്ര നാൾ ഉടമ്പടി എടുത്തത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പം 2ാമതൊന്നുകൂടെ IELTS എഴുതി. ആ IELTSൽ അവന് റിക്വയർഡ് സ്കോറോടെ അവൻ പാസ്സായി.
അപ്പോഴൊക്കെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഓരോ പ്രോസസ്സിങ്ങിൻ്റെ സമയത്തും മാതാവിൻ്റെ കാശ് രൂപം വെച്ച് പ്രാർത്ഥിക്കാതെ ഞങ്ങൾ ഒന്നും കൊടുക്കത്തില്ലായിരുന്നു. അങ്ങനെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ വിസ ഒരു റിജക്ഷനും കൂടാതെ എല്ലാം ശരിയായി വന്നു. ഫസ്റ്റ് ഇയറിലെ ഫീസ് വരെ ഞങ്ങൾ അടച്ചു. ഫീസ് അടച്ച് എല്ലാം കഴിഞ്ഞപ്പം അവന് ഭയങ്കര ടെൻഷനായി. കാനഡയ്ക്ക് പോകുന്ന പിള്ളേർക്ക് ആർക്കും ജോലി കിട്ടുന്നില്ല. 3-4 മാസം അവിടെ പിള്ളേർ ജോലിയില്ലാതെ കഷ്ടപ്പെടുവാന്ന് അവന് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം വീഡിയോ കണ്ടു. അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് റീഫണ്ട് അടിക്കാം, പൈസ റീഫണ്ട് അടിക്കാം. അപ്പം മമ്മി പറഞ്ഞു ഇത്രയും എല്ലാം മാതാവ് ഇത്രയും കൊണ്ടു നടന്നു, ഇത്രയും നിന്നെ ഇവിടെ വരെ എത്തിച്ചു, ടിക്കറ്റ് വരെ എടുത്തു, അവസാന നിമിഷം നീ പറയരുത്, പോകുന്നില്ല എന്ന് മാത്രം നീ പറയരുത്. തലേദിവസം വരെ, അതായത് കാനഡയ്ക്ക് പോകുന്നതിൻ്റെ തലേദിവസം വരെ അവൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല, റീഫണ്ട് അടിക്കാമെന്ന്. പക്ഷേ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളായ ഓഗസ്റ്റ് 15-ാം തീയതി അവൻ ഭയങ്കര മടിയായിട്ടാണ് പോയത്. നെഞ്ചുരുകിയാണ് എൻ്റെ ആങ്ങള ഇവിടുന്ന് കാനഡയ്ക്ക് പോയത്. അങ്ങനെ അവിടെ പോയി ഞാനപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി അതിൻ്റെ ഇടയ്ക്ക് പുതുക്കി. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു മെഡിക്കൽ കോളേജ് പഠിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് പത്രം കൊടുക്കാൻ യാതൊരു പ്രയാസവും ഇല്ലായിരുന്നു. ഞാൻ എല്ലാ വാർഡുകളിലും കൂടെ നടന്ന് പത്രം കൊടുത്തു. പത്രം കൊടുക്കുമ്പം ഓരോ പത്രം കൊടുക്കുമ്പോഴും എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആ പത്രത്തിൽ വേണമെന്ന് വിചാരിച്ച് എല്ലാ പത്രത്തിൻ്റെയും മുകളിൽ ഞാൻ ഓരോ വചനങ്ങൾ എഴുതിയിട്ടായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പത്രം കൊടുത്ത് വീട്ടിൽ വന്നു കഴിയുമ്പം എത്ര പത്രം കൊടുത്തോ അത്രയും വിശ്വാസ പ്രമാണം ഞാൻ ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത്. ഒരു ജോലി പോലും, ഒരു ഡിഷ് വാഷറിൻ്റെ ജോലിയെങ്കിലും കിട്ടണേ എന്ന് പ്രതീക്ഷിച്ച് പോയ അവന് ഞാൻ ഇവിടെ നിന്ന് കാശ് രൂപം വെച്ച് ഇൻഡീഡ് വഴി ഞാൻ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തതിനകത്ത് ഒരു ഇൻ്റർവ്യൂവിന് അവനെ വിളിച്ചു. ആ ഇൻ്റർവ്യൂവിന് അവൻ പോയി കഴിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലായത് അത് കാനഡയിലെ തന്നെ പോസ്റ്റ് ഓഫീസിലേക്കുള്ള ജോലിക്ക് വേണ്ടിയിട്ടാണ് അവനെ വിളിക്കുന്നതെന്ന്. ആദ്യം ആ പോസ്റ്റ് ഓഫീസിലെ മാനേജർ ഇൻ്റർവ്യൂ ചെയ്തു. ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഞാനും അവനും ഓൺലൈൻ വഴി ഇവിടുത്തെ പ്രതിഷേധ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലിയിട്ടാണ് അവൻ കയറിയത് ഇൻ്റർവ്യൂവിന് കയറി തിരിച്ച് അവൻ എന്നെ വിളിച്ചു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു എടി ഒന്നും അവർ പറഞ്ഞില്ല, അവരെന്നൊരു പേപ്പർ മാത്രം തന്നെ എന്നെ തിരിച്ചു വിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മൂത്ത ചേട്ടൻ UK-ലാണ്. അപ്പോൾ ഞാൻ അവനെ വിളിച്ച് പറഞ്ഞു എടാ ഡോണി ഇങ്ങനെ പോയി, ഇൻ്റർവ്യൂവിന് പോയി, അവനൊരു പേപ്പർ തന്ന് അവനെ തിരിച്ചു വിട്ടു എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു എടി നീ അവനോട് പറയണ്ട, എങ്കിൽ അവനെ വിളിച്ചിട്ടില്ല, എടുത്തിട്ടില്ല. കാരണം ഇവിടുത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പേപ്പർ തന്നു വിടുവാണെങ്കിൽ ഇനിയൊരു അവസരം വരുമ്പം വിളിക്കാമെന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അവൻ എന്നെ തിരികെ വിളിച്ചു. രാത്രി 1 മണിയായപ്പോൾ അവൻ എന്നെ തിരികെ വിളിച്ചു. ഒരു ജോലിയും പ്രതീക്ഷിച്ച് പോയ അവന്, ഒരു ഡിഷ് വാഷറിൻ്റെ എങ്കിലും ജോലി കിട്ടണേ എന്ന് പ്രതീക്ഷിച്ച് പോയ അവന് കാനഡ പോസ്റ്റിൽ അമ്മ ജോലി നൽകി അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ആ കാനഡ പോസ്റ്റ് ഓഫീസിലെ അതേ ജോലിയുടെ റെഫറൻസ് വെച്ച് അവൻ വേറൊരു പോസ്റ്റ് ഓഫീസിൽ അപ്ലൈ ചെയ്തു. ആ പോസ്റ്റ് ഓഫീസിലും അവനെ വിളിച്ചു. അങ്ങനെ 2 പോസ്റ്റ് ഓഫീസിൽ അവന് ജോലി കിട്ടി. അതുമാത്രമല്ല, ഒന്നെങ്കിലും കിട്ടണമെന്ന് പറഞ്ഞ് പോയ അവന് ഇപ്പം 3 ജോലികൾ അവൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവൻ എന്നെ വിളിച്ചു, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്തത്രയും ജോലിയായിട്ട് ഞാൻ ഒരു നേരം പോലും വെറുതെ ഇരിക്കുന്നില്ല. പോയ സമയത്തൊക്കെ അവൻ എന്നെ വിളിച്ച് കരയുമായിരുന്നു. എടി എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഇൻഫോസിസിലും ടെക്നോ പാർക്കിലും ഒക്കെ പോയിട്ട് ജോലി കഴിഞ്ഞിട്ട് അവർക്കൊക്കെ എന്നെക്കാട്ടിലും എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് കഴിവില്ല, എനിക്ക് ആരും റെക്കമെൻഡ് ചെയ്യാനില്ല. അപ്പോഴും ഞാൻ പറയുമായിരുന്നു നിനക്ക് വേണ്ടി മാതാവ് റെക്കമെൻഡ് ചെയ്യും. ആ പോസ്റ്റ് ഓഫീസിലെ മാനേജർ ഒരു മലയാളിയായിരുന്നു. ആ മലയാളി ഇവനോട് പറഞ്ഞു നിനക്കെന്തോ അത്ഭുതമുണ്ട്, ഒരിക്കലും നിനക്ക് കിട്ടാൻ പറ്റത്തില്ലാത്ത ജോലിയായിരുന്നത്. ആ ജോലി തന്നെ മാതാവ് അവന് നൽകി അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞാൻ വളരെ മെലിഞ്ഞിട്ടൊരു വ്യക്തിയായിരുന്നു. ഒട്ടും എനിക്ക് വണ്ണമില്ലായിരുന്നു. അപ്പം എന്നെ കാണുന്നവരൊക്കെ എന്നോട് പറയുമായിരുന്നു ഏത് റേഷൻ കടയിൽ നിന്നാണ് കൊച്ചു ചോറും അരി വാങ്ങിക്കുന്നേ, അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും രോഗമുണ്ടോ. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീച്ചർമാരുടെ പരാതി. എന്നോടൊരു ടീച്ചർ എൻ്റെ മുഖത്ത് നോക്കി വരെ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ അടുത്ത് നിൽക്കാൻ പോലും നാണക്കേടാണ് എന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ ഒരു പരിപാടിക്കും ഞാൻ പോകത്തില്ലായിരുന്നു. മരിച്ചടക്കിനായിരുന്നു ഞാൻ പോകുന്നത്, അതും അത്രയ്ക്കടുത്ത റിലേറ്റീവ്സിൻ്റെ മാത്രം. അത്രയ്ക്ക് എനിക്ക് നാണക്കേടായിരുന്നു. പോകുന്നവരും വരുന്നവരും ഒക്കെ എന്നോട് ഈ ചോദ്യമാണ് നീ എന്നെ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നേ, നീ എന്നെ ഒന്നും കഴിക്കത്തില്ലാത്ത. ഈ പരാതികൾ കേട്ട് ഞാൻ മടുത്തു. അപ്പം നേഴ്സിങ്ങിനും കൂടെ ചേരുവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്നോട് പറഞ്ഞു നേഴ്സിങ്ങിനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നല്ല രസമായി, ഇപ്പം ഏത് കോലമാണോ ആ കോലത്തിനേക്കാട്ടിലും ഒരു പകുതി രൂപത്തിലായി വരുമെന്ന് പറഞ്ഞു.
38 കിലോയോ ഉള്ളായിരുന്നു ഞാൻ നഴ്സിങ്ങിന് ചേർന്ന് കഴിഞ്ഞപ്പോൾ. ഇന്ന് ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നത് ഒരു BSc നഴ്സായിട്ടാണ്. എനിക്ക് ഇന്ന് രാവിലെയും കൂടെ ഞാൻ വെയിറ്റ് നോക്കിയിട്ട് വന്നയാളാണ്. 56 കിലോയുണ്ട് ഞാൻ. മാതാവ് തന്നതാണെന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരനും ഒരു കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പറഞ്ഞ പോലെ തന്നെ പത്രം ഞാൻ മെഡിക്കൽ കോളേജിൽ കൊടുക്കുമായിരുന്നു. അതുകൂടാതെ തന്നെ ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിൽ അവർക്കാകുമ്പോൾ ഒത്തിരി നേരമുണ്ട്, ഞാൻ എല്ലാ ഓട്ടോ ചേട്ടന്മാരുടെ അടുത്തും പോയി കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ പത്രം കൊടുക്കുമ്പോഴും എൻ്റെ കോൺട്രിബ്യൂഷൻ അതിനകത്ത് വരണമെന്ന് ഓർത്ത് ഞാൻ എല്ലാ പത്രത്തിൻ്റെ മുകളിലും ഓരോ വചനം എഴുതിയിട്ടായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ക്യാൻസർ വാർഡുകളിൽ ഞാൻ പോയി സന്ദർശിക്കുമായിരുന്നു. എനിക്ക് പറ്റുന്നത് പോലെ എൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നവർക്കെങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ സഹായം ചെയ്യുമായിരുന്നു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു.